സോ നമുക്ക് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ can complete the work in 24 days and B can complete the work in 8 days. A start the work and after working for 10 days A left the work. Then in how much days will B complete the remaining work? ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. സോ ഡേയ്സ്, എഫിഷ്യൻസി. സോ എ 24 ദിവസം കൊണ്ട് ചെയ്തു തീർത്ത് ബി അതേ വർക്ക് 18 ദിവസം കൊണ്ട് വർക്ക് ചെയ്തത്. അപ്പം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ LCM ഓഫ് 24ഉം എത്ര 18. അപ്പം എത്ര ആയിരിക്കും നമുക്ക് കിട്ടണം? LCM 72 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടണം ടോട്ടൽ വർക്ക് ഡൺ. സോ 72 ഡിവൈഡഡ് ബൈ 24 എത്ര ആയിരിക്കും? 3. സോ ഈ 72 ഡിവൈഡഡ് ബൈ 18 എത്ര ആയിരിക്കും? 4. സോ 72 യൂണിറ്റ്സ്. സോ എത്ര? 3 യൂണിറ്റ്സും 4 യൂണിറ്റ്സും ആയിരിക്കും. യൂണിറ്റ് പെർ ഡേ ആണ്. യൂണിറ്റ്സ് പെർ ഡേ. ഒരു ദിവസം എത്ര വർക്ക് ചെയ്തെന്നാണ് യൂണിറ്റ്സ് പെർ ഡേ. യൂണിറ്റ്സ് പെർ ഡേ. ഒരു ദിവസം എത്ര വർക്ക് ചെയ്ത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നു. എ ആണ് ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 10 ദിവസം എ വർക്ക് ചെയ്ത്. അപ്പം എ 10 ദിവസമേ വർക്ക് ചെയ്തോളൂ. അതിനുശേഷമുള്ള റിമൈനിങ് വർക്ക് ചെയ്ത ആരാണ്? ബി ആണ്. എത്ര വർക്കാണ് ചെയ്ത? 72 ആണ്. സോ 10 ഇൻറ്റു എത്ര എ ചെയ്ത ഒരു ദിവസം എത്ര എഫിഷ്യൻസി ആണ്? ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 3 പ്ലസ് എക്സ് ഇൻറ്റു 4 ഈക്വൽ ടു 72. സോ 30 പ്ലസ് 4x is equal to 72. So 72 is equal to 4x is equal to 72 minus 30. ഒരിക്കൽ കൂടി ഞാൻ എടുത്തരാം. 4x is equal to 72 minus 30. അപ്പോൾ എത്ര? x is equal to 42 divided by 4. അപ്പോൾ നമ്മൾ ആൻസർ 10.5 days എന്നായിരിക്കും. മനസ്സിലായോ? നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രണവ് can do a piece of work in 80 days. The Pranav work for 10 days. When the Vignesh complete the remaining work in 42 days, if they work together in how much time the work will be completed? So നമുക്ക് പ്രണവിനെ എടുക്കുകയാണെങ്കിൽ പ്രണവ് എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ഒരു വർക്ക്? 80 ദിവസം കൊണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പറയണത് പോലെ ഡേയ്സ് എന്ന് പറയുന്നത് is inversely proportional to efficiency ആണ്. ഡേയ്സ് എന്ന് പറയുമ്പോൾ ടൈമാണ്. സോ അപ്പോൾ എത്രയാണ്? 1/80 ആയിരിക്കും നമ്മളെ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ആൾ എത്ര വർക്ക് ചെയ്ത് തീർത്തു എന്നാണ്. അപ്പം ടോട്ടൽ വർക്ക് ഡൺ ബൈ പ്രണവ് എത്രയാണ്? 10 ദിവസമല്ലേ വർക്ക് ചെയ്തത് ഇൻറ്റു എഫിഷ്യൻസി. സോ 1/8 വർക്ക് ആര് ചെയ്ത് തീർത്ത്? പ്രണവ് ചെയ്ത് തീർത്തു. മനസ്സിലായോ? അപ്പം 1/8 വർക്ക് ചെയ്ത് തീർത്തെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. then the Vignesh complete the remaining work in 42 days. അപ്പോൾ റിമൈനിങ് ഡേയ്സ് എത്രയാണ്? 1/8 ആണ് പ്രണവ് തീർത്തെങ്കിൽ 7/8 ആയിരിക്കും ആര്? പ്രണവ് ചെയ്ത് തീർക്കണം. റിമൈനിങ് ഡേയ്സ് അത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? 42 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. സോ പ്രണവിന്റെ ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ, ഈ വർക്ക് ചെയ്ത് തീർക്കാൻ പ്രണവ് ടോട്ടലി എത്ര ദിവസം എടുക്കും എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? സോ നമ്മൾ 7ഉം 42ഉം കൂടി വെട്ടുമ്പോൾ 6. സോ ടോട്ടൽ വർക്ക് ഡൺ ബൈ പ്രണവ് എത്ര? പ്രണവ് അല്ല, വിഘ്നേഷ് ആണ്. വിഘ്നേഷ് എത്രയാണ്? 6 × 8 എത്ര? 48 ഡേയ്സ് കൊണ്ട് ആര് ചെയ്തു തീർക്കും? ഈ വർക്ക് വിഘ്നേഷ് ആണെങ്കിൽ 48 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതായിരിക്കും. അതാണ് പറഞ്ഞത് ദി വിഘ്നേഷ് കംപ്ലീറ്റ് ദി റിമൈനിങ് വർക്ക് ഇൻ 42 ഡേയ്സ്. അപ്പൊ എത്രയാണ്? 7/, വർക്ക് വിഘ്നേഷ് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 42 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അങ്ങനെയാണ് നമുക്ക് 48 ഡേയ്സ് എന്ന് കിട്ടണം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തോന്നാണ്? വർക്ക് ഡൺ ടുഗദർ ആണ്. രണ്ടുപേരും കൂടി പ്രണവും വിഘ്നേഷും കൂടി ചെയ്തു തീർക്കാൻ എത്ര ദിവസം കൊണ്ട് എടുക്കും ഈ വർക്ക് ചെയ്തു തീർക്കാൻ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ എങ്ങനെയാണ്? നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? A × B ഡിവൈഡഡ് ബൈ A + B. എളുപ്പത്തിന് വേണ്ടി. സോ നമ്മൾ എ എന്ന് പറയുമ്പോൾ പ്രണവ് ആരെങ്കിലും എടുത്തോ. പ്രണവ് 80, അടുത്ത് വിഘ്നേഷ് എത്ര? 48 ഡിവൈഡഡ് ബൈ 80 + 48 എത്രയാണ്? ഇത് 80 × 48 ഡിവൈഡഡ് ബൈ 128. ഇതൊന്ന് കട്ട് ചെയ്തതാണ്. 4 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 32. സോ വീണ്ടും 4 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം.
എത്ര കിട്ടും? 3 8 8 നമുക്ക് ഇവിടെ വെട്ടിപ്പോവും. സോ എത്ര ഉണ്ടാവും? രണ്ടുപേരും കൂടി 30 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 45 days ആൻഡ് 40 days റെസ്പെക്റ്റീവ്ലി. എക്കും ബിയും എഴുതി. സോ ഡേയ്സ് എഴുതി, എഫിഷ്യൻസി എഴുതി. നമ്മൾ പൊതുവെ എഴുതണത് പോലെ. സോ ഡേയ്സ് എത്ര ദിവസം കൊണ്ട് എക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? 45 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിക്ക് ആണെങ്കിൽ 40 ദിവസം കൊണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. അത് ഓർമ്മയില്ലേ? സോ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? LCM ഓഫ് 45 ആൻഡ് 40. ഇതിന്റെ രണ്ടിന്റെ LCM എത്രയാണ്? 360 ആണ്. സോ 360 ഡിവൈഡഡ് ബൈ 45 എത്രയാണ്? 8 യൂണിറ്റ്സ് പെർ ഡേ. ഇത് 360 യൂണിറ്റ്സ് ആണ്. സോ 360 ഡിവൈഡഡ് ബൈ 40 എത്രയാണ്? 9 യൂണിറ്റ്സ് പെർ ഡേ. മനസ്സിലായി? സോ ഒരു വർക്ക് ചെയ്യാൻ എക്ക് 8 യൂണിറ്റ്സ് ആണ്, എന്നാൽ ബിക്ക് 9 യൂണിറ്റ്സ് ആയിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. They start the work together, but A leaves after some days, and then B complete the remaining work. So എയും ബിയും കൂടി തുടങ്ങി. എത്രയോ ദിവസം അവർ ചെയ്തായിരുന്നു? അത് നമുക്ക് എക്സ് ഡേയ്സ് എന്ന് പറഞ്ഞെടുക്കാം. എത്രയോ ദിവസം അവർ രണ്ടുപേരും തമ്മിൽ കൂടിയാണ് വർക്ക് ചെയ്തത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എ പോയി, പിന്നെ ബി മാത്രമേ ഉള്ളൂ. ബി എത്ര? 23 ദിവസം കൊണ്ടാണ് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ബി എത്ര വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 360 യൂണിറ്റ്സ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ആഫ്റ്റർ ഹൗ മച്ച് ഡേയ്സ് ഡിഡ് എ ലീവ്സ് ദി വർക്ക്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തോന്നാണ്? എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എ എത്ര? എഫിഷ്യൻസിയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. 8 + 9 + 23 ഇൻറ്റു എത്രയാണ് ബിയുടെ എഫിഷ്യൻസി? 9 ഈക്വൽ ടു 360. സോ 17x + 207 ഈക്വൽ ടു 360. നമ്മൾ ഇപ്പൊ 23 ഇൻറ്റു 9 എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കും? നമ്മൾ 20 ഇൻറ്റു 9 എത്ര? 180. 9 ഇൻറ്റു 3 എത്ര? 27. സോ എത്ര? 7 0 2. സോ ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം. മനക്കണക്ക് തന്നെ ചെയ്ത് തന്നെ ചെയ്യണം. സോ 17x = 360 മൈനസ് 207. അപ്പൊ എത്രയാണ്? x = 153 ഡിവൈഡഡ് ബൈ 17. അപ്പൊ എത്ര കിട്ടും? എക്സിന്റെ 9 ദിവസം രണ്ടുപേരും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എ ലീവ് ചെയ്ത്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 9 days ആണ് നമ്മുടെ ആൻസർ. സോ മനസ്സിലായല്ലോ. 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. A does 2/5 of the work in 9 days. Then B join them and they together complete the remaining works in 6 days. B alone can finish the whole works in how much days? എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം 2/5 വർക്ക് എ കംപ്ലീറ്റ് ചെയ്ത എത്ര ദിവസം കൊണ്ടാണ്? 9 ദിവസം കൊണ്ടാണ്. അപ്പം എ മാത്രം ഈ വർക്ക് ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? A × 5/2. അപ്പൊ എത്ര? 45/2 ഡേയ്സ് എടുക്കും എ മാത്രം ഈ വർക്ക് ചെയ്ത് തീർക്കും. A does 2. നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. A does 2/3 of the works in 9 days എന്നൊരു ക്വസ്റ്റ്യൻ വരെയാണ്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യും? എ എത്ര ദിവസം കൊണ്ടാണ്? 2.5 വർക്ക് ചെയ്യാൻ 9 ദിവസം എടുക്കും. എന്നാൽ ഒരു വർക്ക് ചെയ്യാൻ ആ എക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചത്. സോ അടുത്തതും അതേപോലെ തന്നെ നിങ്ങൾ വായിക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും. ഇഫ് ബി ജോയിൻ ദം, ബി ഈ വർക്കിൽ കൂടെ ചേർന്നു. അപ്പൊ എത്ര? ദേ ടുഗദർ കംപ്ലീറ്റ് ദി റിമൈനിങ് വർക്ക്സ്. അത് ഓർത്ത് വെച്ചോ. റിമൈനിങ് വർക്ക്സ് ഇൻ 6 days. അപ്പൊ 2/5 വർക്ക് എ ചെയ്ത് തീർത്ത്. അപ്പൊ ഇനി റിമൈനിങ് എത്രയാണ്? 3/5 ആണ് റിമൈനിങ്. അത് രണ്ടുപേരും കൂടി ചെയ്ത് തീർത്ത് എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട്. എന്നാൽ ഈ രണ്ടുപേരും കൂടി ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 10 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഒരു മിനിറ്റ്. സോ നമുക്ക് അപ്പം എന്തോന്നാണ് കണ്ടുപിടിക്കേണ്ട? ബി അലോൺ ക്യാൻ ഫിനിഷ് ദി ഹോൾ വർക്ക് ഇൻ ഹൗ മച്ച് ഡേയ്സ്. അപ്പൊ നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ എങ്ങനെ? എ എഴുതുന്നു, A + B എഴുതുന്നു. അപ്പം നമ്മൾ ഡേയ്സ് മേളിൽ, എഫിഷ്യൻസി മേളിൽ. അപ്പം നമ്മൾ ഇവിടെ 45/2 ഡേയ്സ് ആയിരിക്കും. അതേപോലെ തന്നെ 10 ദിവസം കൊണ്ട് നമ്മൾ A + B കംപ്ലീറ്റ് ചെയ്യും. അപ്പം ബി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സെയിം മെത്തേഡ്. ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? LCM ഓഫ് 45/2/10. 10. സോ നമ്മൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ്റെ
LCM കണ്ടുപിടിക്കണത്. LCM ഓഫ് നമ്മളെ മേളിലുള്ള ടേംസ് എത്രയാണ്? 45ഉം 10ഉം. അപ്പൊ ഈ 10 ഡിവൈഡഡ് ബൈ 1 എന്നല്ലേ നമ്മൾ എഴുതണം. അപ്പം താഴത്തെ എത്ര? HCF ഓഫ് 2ഉം 1ഉം. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്, എങ്ങനെയാണ് ഫ്രാക്ഷന്റെ LCM എടുക്കാറുള്ളത്. സോ LCM ഓഫ് 45ഉം 10ഉം എത്രയാണ്? 90. HCF എത്രയാണ്? 1. അപ്പൊ എത്രയാണ്? 90 യൂണിറ്റ്സ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ. സോ ഇത് നമ്മൾ എങ്ങനെ 90 ഡിവൈഡഡ് ബൈ 45/2. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 4 യൂണിറ്റ്സ് പെർ ഡേ. കൺഫ്യൂഷൻ വേണം, ഓക്കെ അല്ലേ? അപ്പൊ 90 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 9 യൂണിറ്റ്സ് പെർ ഡേ ആണ്. സോ അപ്പൊ നമ്മളെ ബി എത്രയായിരിക്കും? 9ൽ നിന്ന് 4 കുറച്ച് എത്ര? 5 ആയിരിക്കും. സോ 5 യൂണിറ്റ്സ് പെർ ഡേ ആയിരിക്കും നമ്മുടെ എഫിഷ്യൻസി ബിയില. ഇപ്പൊ നമ്മളെ എഫിഷ്യൻസി കണ്ടുപിടിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ബൈ ബി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കണത്? നമ്മൾ എത്രയാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? 90 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 18 ഡേയ്സ് കൊണ്ട് ബി കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 18 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. So thank you everyone for hearing this much time with us.